വെൽക്കം ടു മെഡ് ഹെഡപ്പ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഓർഗാനിക് കെമിസ്ട്രിയിലെ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ്. കാരണം എന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. സോ നമ്മൾ ആദ്യമേ ഒഫീഷ്യൽ കോമ്പൗണ്ട്സിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഫെർദർലി കോമ്പൗണ്ടുകളെ പറ്റി പഠിക്കുന്നുണ്ടാവുള്ളൂ. സോ നമുക്ക് ആദ്യം രണ്ട് എന്താ ഒഫീഷ്യൽ കോമ്പൗണ്ട്സ് എന്നാണ്. ദീസ് ആർ ദ ഡ്രഗ്സ് ഓർ ഡോസേജ് ഫോം ഓഫ് എ ഡ്രഗ് ഫോർ വിച്ച് എ മോണോഗ്രാഫ് ഈസ് ഗിവൺ ഇൻ ഫാർമക്കോപ്പി പബ്ലിഷ്ഡ് ബൈ റെസ്പെക്റ്റീവ് ഗവൺമെന്റ്. സോ ബേസിക്കലി ഇന്ത്യൻ ഫാർമക്കോപ്പിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഹ്യൂമൻ യൂസിന് വേണ്ടിയിട്ട് പറ്റുന്ന ഡോസേജ് ഫോമിലോ അല്ലെങ്കിൽ ഡ്രഗ്സുകളായിട്ടോ കാറ്റഗറിയിൽ വരുന്നതിനാണ് നമ്മൾ ഒഫീഷ്യൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്കിത് ഹ്യൂമൻ യൂസ് നമുക്ക് പോസിബിൾ ആണ്. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാൻ പോകുന്ന ഒഫീഷ്യൽ കോമ്പൗണ്ട് ഓഫ് അയൺ ആണ് ഫെറസ് ഫ്യൂമറേറ്റ്, ഫെറസ് ഗ്ലൂക്കോണേറ്റ്, ഫെറസ് സൾഫേറ്റ്, ഡ്രൈഡ് ഫെറസ് സൾഫേറ്റ്, അയൺ ആൻഡ് അമോണിയം സിട്രേറ്റ്, അയൺ ഡെക്സ്ട്രാൻ ഇഞ്ചക്ഷൻ, അയൺ സോബിറ്റെക്സ് ഇഞ്ചക്ഷൻ. സോ ഇത്രയും ഒഫീഷ്യൽ കോമ്പൗണ്ട്സുകൾ പേരുകൾ പറഞ്ഞ് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഈസ് ഒഫീഷ്യൽ കോമ്പൗണ്ട് ഓഫ് കാൽഷ്യം ആണ് കാൽഷ്യം അമിനോ സാലിസിലേറ്റ്, കാൽഷ്യം കാർബോണേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ലാക്റ്റേറ്റ്, കാൽഷ്യം ലെവുലിനേറ്റ്, കാൽഷ്യം പെൻഡോനേറ്റ്, ഡൈബേസിക് കാൽഷ്യം ഫോസ്ഫേറ്റ് ആൻഡ് ട്രൈബേസിക് കാൽഷ്യം ഫോസ്ഫേറ്റ്. സോ ഇതിൽ ഒരുപാട് കോമ്പൗണ്ട്സുകൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഡിഫാമിന്റെ സിലബസുകളിൽ പഠിക്കാനുണ്ട്. പക്ഷേ ഗ്രേഡ് 2ലേക്ക് വരുമ്പോൾ അത്രയും നമുക്ക് പഠിക്കാനില്ല, അത്രയും നമുക്ക് കോമ്പൗണ്ട്സുകൾ പഠിക്കാനില്ല. പക്ഷേ ഒഫീഷ്യൽ കോമ്പൗണ്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ആവശ്യം വളരെ അത്യാവശ്യമാണ്. സോ നെക്സ്റ്റ് ഈസ് ഒഫീഷ്യൽ കോമ്പൗണ്ട് ഓഫ് അയഡിൻ ആണ് അയഡിൻ IP, പൊട്ടാസ്യം അയഡേറ്റ്, സോഡിയം അയഡേറ്റ്, സോഡിയം അയഡേറ്റ് 125 USP ആൻഡ് സോഡിയം അയഡേറ്റ് 131 USP ആണ്. സോ ബേസിക്കലി നിങ്ങൾ ഇവിടെ പഠിക്കുമ്പോൾ അയഡിൻ, പൊട്ടാസ്യം അയഡേറ്റ് ആൻഡ് സോഡിയം അയഡേറ്റ് എന്ന് മാത്രം പഠിച്ചാൽ മതിയാവും. USP നോക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ എടുത്ത് ചോദിക്കില്ല. പിന്നെ 2-3 ടെക്സ്റ്റ് ബുക്കുകളിൽ കണ്ടതുകൊണ്ട് അങ്ങനെ വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇത്രയും മാത്രം നോക്കിയാലും മതി. സോ നമുക്കിനി ഓരോ ഡ്രഗായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ സിലബസ് പ്രകാരം പറഞ്ഞിട്ടുള്ള ഡ്രഗുകൾ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അയൺ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 45 to 50 mg നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് അയൺ നമുക്ക് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ബോഡി ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ബ്ലഡ് സിസ്റ്റം, ടിഷ്യൂ സിസ്റ്റത്തിന്റെ നോർമൽ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, നമുക്ക് അയൺ വളരെ അത്യാവശ്യമാണ്. ബേസിക്കലി ഓക്സിജൻ അതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത്, ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് അയണുമായിട്ടാണ്. സോ ഡയറ്ററി സോഴ്സ് പറയുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അയൺ നമ്മളെ ബോഡി, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമ്മൾ അയൺ എന്തെന്ന് ബോഡി അബ്സോർബ് ചെയ്തെടുക്കുന്നത്. സോ ബേസിക്കലി നമ്മൾ കഴിക്കുന്ന ഡയറ്ററി അയൺ റിച്ച് ഫുഡിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ബേസിക്കലി അയൺ കിട്ടുക കേട്ടോ. നമുക്ക് അത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സോ ഒഫീഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് അയൺ നോക്കാം. ഫെറസ് സൾഫേറ്റ്, ഫെറസ് ഫ്യൂമറേറ്റ്, ഫെറിക് അമോണിയം സിട്രേറ്റ് ഒക്കെയാണ്. ഇതൊക്കെ ഹെമാറ്റിനിക് ആണ്. അതുമാത്രമല്ല നമ്മളെ ബോഡിയിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയകൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അയൺ ഡെഫിക്കേറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ലാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അനീമിയ ഉണ്ടാവും, അല്ലെങ്കിൽ അനീമിയ കണ്ടീഷൻ ഉണ്ടാവും. സോ ഈ കണ്ടീഷൻസിന് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അയൺ. സോ ബേസിക്കലി ഫെറസ് സൾഫേറ്റ്, ഫെറസ് ഫ്യൂമറൈറ്റ്, ഫെറിക് അമോണിയം സിട്രേറ്റ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഇത് ഹെമാറ്റിനിക് ആണ്, നമ്മളെ ബോഡിയിൽ ബ്ലഡ് കൂട്ടാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന കോമ്പൗണ്ട്സുകളാണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ആപ്ലിക്കേഷൻ ഓഫ് ഫെറസ് സൾഫേറ്റ് ആണ്. സോ ഫെറസ് സൾഫേറ്റ് നമ്മൾ അയൺ വിട്രിയോൾ എന്ന് അറിയാറുണ്ട്. സോ ഇതിന് വേഴ്സറ്റൈൽ ഏജന്റ് ആണ്, അതായത് ഒരുപാട് ആക്ഷൻസിനുണ്ട് കേട്ടോ. ഇത് അസ്ട്രിഞ്ചൻ ആണ്, ത്രോട്ട് പെയിന്റുകളിൽ ഉപയോഗിക്കാറുണ്ട്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ ഫാബ്രിക്കുകൾ ഡൈ ചെയ്യാൻ വേണ്ടി, ടാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെതറൊക്കെ ആ ഒരു കളർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഫെറസ് സൾഫേറ്റ്. സോ ബേസിക്കലി പഠിക്കേണ്ടത് അയൺ വിട്രോൾ എന്ന് പറയാറുണ്ട്. അതുമാത്രമല്ല പിന്നെന്താണ്, വേഴ്സറ്റൈൽ ഏജന്റ് ആണ്, അസ്ട്രിഞ്ചൻ ആണ്, പിന്നെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതൊക്കെ, പിന്നെ ഫാബ്രിക്കുകൾ കളർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് പഠിക്കാം. സോ നെക്സ്റ്റ് ഈസ് ഡൈവേഴ്സ് യൂസ് ഓഫ് അയൺ കോമ്പൗണ്ട് ആണ്. അയൺ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞു അനീമിയക്ക് ഉപയോഗിക്കുന്നു പറഞ്ഞിട്ടില്ലേ. സോ മെഗാലോബ്ലാസ്റ്റിക് അനീമിയക്ക് ഉപയോഗിക്കാറുണ്ട്, അയൺ ഡെഫിഷ്യൻസി അനീമിയ, സിക്കിൾ സെൽ അനീമിയ, താലസ്മിയക്കൊക്കെ ഒരുപാട് നമ്മൾ ഈ കോമ്പൗണ്ടുകൾ ഉപയോഗിക്കാറുണ്ട്. സോ നിങ്ങൾ പഠിക്കുമ്പം യൂസ് നോക്കുക, പിന്നെ അതിൻ്റെ ഒഫീഷ്യൽ കോമ്പൗണ്ട്സ് നോക്കുക. അത്രയും മാത്രമേ വേണ്ടൂ. അല്ലാണ്ട് ബാക്കിയുള്ള ഡയറ്ററി സോഴ്സ് റെഗുലേഷൻ ഒന്നും വേണ്ടി വരില്ല കേട്ടോ. അതൊന്നും ചോദിക്കില്ല, ഓർഗാനിക് കെമിസ്ട്രി അതിലൊന്നും മെൻഷൻഡ് അല്ല. പിന്നെ ഞാൻ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. സോ നെക്സ്റ്റ് കാൽഷ്യം ആണ്. നമ്മുടെ ബോഡിയിലെ 90% എന്താണ് കാൽഷ്യം
കാൽഷ്യമാണ് ബോൺസിലും ടീത്തിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. സോ കാൽഷ്യം ഫോസ്ഫേറ്റിനും തമ്മിലാണ് ബന്ധം കൂടുതലായിട്ടുള്ളത്. സോ അതിൽ കാൽഷ്യം നമ്മുടെ നോർമൽ ബോഡി ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഡെയിലി റിക്വയർമെൻറ്റ് 450 mg ആണ് കേട്ടോ. സോ നോർമലി നമ്മുടെ നോർമൽ ഡയറ്റ് വഴിയിട്ടാണ് നമുക്ക് അബ്സോർബ് ചെയ്യുക. സോ അപ്പർ ഇൻറ്റസ്റ്റൈൻ ട്രാക്റ്റിലൂടെയാണ് നമുക്ക് എന്ത് അബ്സോർബ് ചെയ്യാൻ പറ്റുക. അത്രയ്ക്കൊന്നും പഠിക്കേണ്ട. 450 mg എസെൻഷ്യൽ റിക്വയർഡ് ആണ്. ആൻഡ് കാൽഷ്യം നോർമൽ ഡയറ്റിൽ നിന്ന് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ നെക്സ്റ്റ് വൺ നോക്കാൻ പോകുന്നത് ഒന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. ആ ഒരു അയൺ കാൽഷ്യമാണ് ഇമ്പോർട്ടൻറ്റ് വരുന്നത്. പിന്നെ അയഡിനൊക്കെ നമുക്ക് വരുന്നുണ്ട്. അയഡിൻ നമ്മൾ ഓൾറെഡി പഠിച്ച കോമ്പൗണ്ടാണ്, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ ഇനിയും അസ്ട്രിഞ്ചനൊക്കെ പറയുമ്പോൾ അയഡിനൊക്കെ അവിടെ നമ്മൾ പറയും. സോ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. ചാപ്റ്റർ പറയുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒഫീഷ്യൽ കോമ്പൗണ്ട്സ് കാണാണ്ട് പഠിക്കുക, ബാക്കി 2 കോമ്പൗണ്ട് യൂസുകൾ പഠിക്കുക. ഒഫീഷ്യൽ കോമ്പൗണ്ട് പഠിക്കുക എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. നമുക്ക് നോക്കുമ്പോൾ അതിൽ ഒഫീഷ്യൽ കോമ്പൗണ്ട് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഇട്ട് കാണാം. ബൈ.